ജോർജിൻ്റെ വിശാലമായ നെറ്റിയിൽ പെട്ടെന്ന് ചില ഞരമ്പുകൾ തെളിഞ്ഞു. മുഖം തുടുത്തു. 2-3 ദിവസത്തെ വളർച്ചയുള്ള താടിരോമങ്ങൾ മുഖത്തിന് തന്നെ മാറ്റം വരുത്തിയിരുന്നു. നെറ്റി അമർത്തി തുടച്ച് അയാൾ പറഞ്ഞു, പ്രകാശിനെ വിവാഹം കഴിച്ചുകൂടെ ഗിരിജേ? മറുപടി പറയാതിരുന്നപ്പോൾ ജോർജ് മെല്ലെ തിരിഞ്ഞു നടന്നു. മുറിയിൽ എല്ലാറ്റിനും വെളുത്ത നിറമാണ്. മേശവിരികളും കർട്ടനുകളും വെട്ടിത്തിളങ്ങുന്നു. ജോർജിനു വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ റൂമായതുകൊണ്ട് തന്നെ ഭിത്തികൾ പോലും വെളുത്ത നിറമായിരിക്കുന്നു. ഗിരിജയ്ക്ക് കുളിക്കണമെന്ന് തോന്നി. കുളിച്ചപ്പോൾ വെള്ള സാരി ഉടുക്കണമെന്നും. മൃദുലമായ വിലപിടിപ്പുള്ള ആ വെള്ളസാരി കൈവിരലുകൾ കൊണ്ട് ഞൊറിഞ്ഞൊടുക്കുമ്പോൾ തട്ടിയ ശീതളമായ സുഖം ഗിരിജയെ ആഴത്തിൽ സ്പർശിച്ചു. കനത്ത ഈറൻ മുടിയിലെ കുളിര് ശരീരത്തിലേക്കും പിന്നെ മനസ്സിലേക്കും പടർന്നപ്പോൾ ഗിരിജ അലൗകികമായ ഒരു പരിവേഷത്തിൽ അമർന്നുപോയി. തുറന്നിട്ട വാതിലിലൂടെ നിറയെ പൂത്തുനിൽക്കുന്ന ആകാശവും അഗാധമായ നീലിമയും ഗിരിജയിൽ അലിഞ്ഞു നിന്നു. അവൾ കിടക്കയിൽ തന്നെ മലർന്നു കിടന്ന് ആകാശത്തിൽ കണ്ണുനട്ടു. അജ്ഞാതവും അപ്രതീക്ഷിതവുമായ വിധി നിയന്ത്രണം പോലെ അങ്ങനെ കണ്ണുനട്ട് ഗിരിജ മെല്ലെ മയങ്ങി. പിറ്റേന്ന് വീട്ടിലെത്തുമ്പോൾ സമയം നട്ടുച്ചയായിരുന്നു. അസഹ്യമായ ചൂടിൽ വിയർത്തു തുടങ്ങിയപ്പോൾ ഗിരിജയ്ക്ക് തളർച്ച തോന്നിത്തുടങ്ങിയിരുന്നു. എന്നും സ്വന്തമെന്ന പോലെ കയറി ചെല്ലാറുള്ള വീട്. ഒരുപക്ഷെ ആ വീട്ടിലെ ഒരംഗത്തെക്കാളും ഗിരിജ അവിടെ ഒരു അവശ്യ ഘടകമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പുറന്തള്ളാനാവാത്ത വിധം ആ വീടിനെയും അവിടുത്തെ മനുഷ്യരെയും ഗിരിജ കീഴടക്കിയിരുന്നു. അവൾ അവിടെ കേവലം ഒരു ശമ്പളക്കാരി മാത്രമായിരുന്നില്ല. ധൃതി പിടിച്ച് ഓടിവന്നത് വിമലിനെയും ആ കൂട്ടക്കൊലയുടെ അഗാധത്തെയും കുറിച്ചുള്ള അടക്കാനാവാത്ത ജിജ്ഞാസയും ഒപ്പം വിമലിനെക്കുറിച്ചുള്ള ചിന്തയുമായിരുന്നു. പക്ഷേ ജോർജിനെ കണ്ടതു മുതൽ, ജോർജ് തന്ന വിവരങ്ങൾ മനസ്സിൽ കൊണ്ടതു മുതൽ വിമലും വിമലിനെ സംബന്ധിച്ച ജിജ്ഞാസയും മനസ്സിൻ്റെ മൂലയിലെങ്ങോ ഉൾവലിഞ്ഞതുപോലെ തോന്നി. വിവാഹം പ്രകാശിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യമാണ്. തന്നെ സംബന്ധിച്ചാണെങ്കിൽ ഭൂതകാലം അടിച്ചേൽപ്പിച്ച അനുഭവങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ പിറകോട്ട് വലിയാൻ തന്നെ പ്രേരിപ്പിക്കുന്നു. ഞാൻ നിരപരാധിയാണ്. ഒരുപക്ഷെ നേരിട്ട് ചോദിച്ചാൽ തന്നെ എന്തു പറയും? വ്യക്തമായ ഒരു ഉത്തരവുമില്ല. ഗിരിജ അസ്വസ്ഥമായ മനസ്സോടെ അകത്തോട്ട് കയറി. പുറത്തെങ്ങും ആരുമില്ലായിരുന്നു. തോട്ടത്തിൽ ഗേറ്റിൻ്റെ അരികിൽ ചങ്ങലക്കിട്ടിരുന്ന അൽസേഷൻ പട്ടികളിലൊന്ന് ആദ്യം മുരണ്ടു. പിന്നീടത് നിശബ്ദനായി. പുറത്തെ സ്വീകരണമുറി പതിവില്ലാത്ത വിധം ഒഴിഞ്ഞു കിടക്കുന്നു. അകത്തേക്ക് കടക്കാൻ ഗിരിജയ്ക്ക് സങ്കോചം തോന്നി. ഒന്ന് സംശയിച്ച് ഗിരിജ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഒരപരിചിതയെപ്പോലെ നിന്നപ്പോൾ സ്റ്റെയർകേസിൽ കാലടി ശബ്ദം കേട്ടു. അപരിചിതനായ ഒരു കഷണ്ടിക്കാരനൊപ്പം റോഷൻ ഇറങ്ങി വന്നു. ചേച്ചിയാണോ ബെല്ലടിച്ചത്? അതെ. കൊള്ളാം, മാറിപ്പോയല്ലോ. എന്താ കാര്യം? അവളുടെ തുടുത്ത കവിളുകളിൽ പ്രസരിപ്പുണ്ടായിരുന്നു. കുസൃതി കൂത്താടുന്ന പഴയ കണ്ണുകളിൽ തിളക്കമേറിയിരിക്കുന്നു. ആരെയും കണ്ടില്ല, അതുകൊണ്ടടിച്ചതാണ്. മുമ്പ് ആരെയും കാണാത്തപ്പോൾ ചേച്ചി ബെല്ലടിച്ചിരുന്നില്ലല്ലോ. അങ്കിളില്ലേ? റോഷൻ അത് ചോദിക്കുമ്പോൾ റോഷൻ്റെ കൂടെയുള്ള മനുഷ്യനായിരിക്കണം റോഷൻ്റെ വരൻ എന്ന് തോന്നി ഗിരിജയ്ക്ക്. അയാളെ ശ്രദ്ധിക്കുമ്പോൾ റോഷൻ പരിചയപ്പെടുത്തി. എൻ്റെ സാറാണ് ചേച്ചി. അച്ഛൻ ഓഫീസ് റൂമിലാണ്. ബെല്ലടിക്കാതെ ചെല്ലൂ. അവൾ ചിരിച്ചു. അവർ പോയപ്പോൾ ഗിരിജ വീർപ്പടക്കി സ്റ്റെയർകേസ് കയറി. ബാൽക്കണിയിൽ നിന്ന് ഗിരിജ നിമിഷങ്ങളോളം കിതപ്പടക്കി. സംശയഗ്രസ്തമായ മനസ്സോടെ ഗിരിജ ഓഫീസ് റൂമിലേക്ക് ചെന്നു. മുഖമുയർത്തിയ അങ്കിളിൻ്റെ കണ്ണുകൾ അല്പം ചുവന്നിരുന്നു. കുടിച്ചിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. അങ്കിളിനൊരിക്കലും മദ്യപാനം ഒഴിവാക്കാൻ വയ്യല്ലോ. വെറുമൊരു ലുങ്കി മാത്രമേ അങ്കിൾ ഉടുത്തിരുന്നുള്ളൂ. കുടവയറിനു മീതെയുള്ള നരച്ച രോമങ്ങളിൽ കൈവിരലുകൾ യാന്ത്രികമെന്ന വിധം ചലിച്ചുകൊണ്ടേയിരുന്നു. ഗിരിജയോ?
അങ്കിളിന് സുഖമല്ലേ? ഒരു ചെറുചിരിയോടെ അങ്കിൾ പറഞ്ഞു. നീ എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതി ഞാൻ. ഈ ഫയലിലെ ഓരോ പ്രശ്നത്തിലും ചെന്നെത്തുമ്പോൾ നിന്നെ ഓർമ്മ വരുന്നു. ഇപ്പോഴും ഓർത്തതേയുള്ളൂ. അതൊരു വെറും വാക്കായി കണക്കിലെടുക്കാൻ ഗിരിജയ്ക്ക് വയ്യായിരുന്നു. അതിലൂടെ തന്നെ അവൾ അയാളുടെ മനസ്സറിഞ്ഞു. നഷ്ടപ്പെടുക എന്നാൽ എതിരു നിൽക്കുക എന്ന അർത്ഥത്തിൽ താൻ നഷ്ടപ്പെടരുതെന്ന് അങ്കിൾ ആഗ്രഹിക്കുന്നു. തൻ്റെ ശമ്പളക്കാരി പ്രകാശിൻ്റെ ഭാര്യയാവരുതെന്നാണോ? അല്ലെങ്കിൽ തന്നെ ധിക്കരിച്ച പ്രകാശിനോടുള്ള എതിർപ്പുമാവാം. എല്ലാം മനസ്സിലടക്കി ഗിരിജ പറഞ്ഞു. അവിടെ കിടന്നു മടുത്തു അങ്കിൾ. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. അങ്കിളിനെങ്ങനെ ഞാൻ നഷ്ടപ്പെടും? അയാൾ വീണ്ടും ചെറുതായൊന്ന് ചിരിച്ചു. നന്നായി. വിമലിനെ ഞാൻ ബോംബെയിലെ ഹോട്ടലിലേക്ക് അയച്ചിരിക്കുകയാണ്. 2-3 മാസമായി. അവനു മാത്രമേ അവിടെ താമസിച്ച് നിയന്ത്രിക്കാൻ പറ്റൂ. നഴ്സറിയിൽ ഒരു ടീച്ചറെ താൽക്കാലികമായി നിയമിച്ചിരിക്കുന്നു.